നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവന്റെ മടയിലേക്ക് എന്റെ വിഡ്ഢിയായ മോൻ കയറി കൊടുത്തിരിക്കുന്നത്. കൊന്നുകളയാലും മടിക്കില്ല അയാള്. മോനെ, ഇനിയൊന്നും ആലോചിക്കണ്ട. എത്രയും പെട്ടെന്ന് CKCയുടെ വീട്ടിലേക്ക് പോ. എന്നിട്ട് പ്രണവിനെ നീ പോയി കൂട്ടിക്കൊണ്ടുവാ. ഈ CKCയുടെ വീട്ടിലേക്ക് പോവാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അയാൾ ഏതോ പുതിയ വീട്ടിലേക്ക് താമസം മാറിയെന്ന് ഗൗതം ഒന്ന് പറഞ്ഞില്ലായിരുന്നു? ആ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതും മാത്രമല്ല, വേറെയും കുഴപ്പങ്ങളുണ്ടതിൽ. വേറെ കുഴപ്പോ? എന്ത് കുഴപ്പം? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ രാത്രി സമയമാണ്. ഞാൻ CKCയുടെ വീട്ടിലേക്ക് ചെന്ന് കയറി കൊടുത്താ അയാൾക്ക് എന്നെ എന്തും ചെയ്യാം. എടാ, നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ പോകാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്റെ മോനെ. പേടിച്ചിട്ടൊന്നും അല്ല, അത് അയാളുടെ പ്രോപ്പർട്ടിയാ. പാതിരാത്രി അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്ന് കയറിയാൽ മനഃപൂർവ്വം തന്നെ CKC പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഞാൻ നേരെ പോകുന്ന ജയിലിലേക്കായിരിക്കും. അതറിയോ അമ്മയ്ക്ക്? അമ്മേ, ഗൗതം പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പൊ CKCയുടെ വീട്ടിൽ ചെന്ന് കയറുന്നത് സേഫ് അല്ല. ദൈവമേ, ഒന്നിനും ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മയെ ഒന്ന് സമാധാനപ്പെട്. ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. ഇപ്പൊ മറുപക്ഷത്ത് പ്രണവും ശിവാനിയും തനിച്ചല്ല, തന്ത്രശാലിയായ CKC ഉണ്ട്. നോക്കി കളിച്ചില്ലെങ്കിൽ ഇത് തിരിഞ്ഞുകൂത്തും. സുഹൃത്തെ, ഞാൻ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിൽ ഇവിടെ ഒന്ന് പെട്ടുപോയിരിക്കുക. അതിൽ നിന്റെ അടുത്തൊന്ന് സഹായിക്കാൻ പറയുന്നത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലാണ് ഞാനിപ്പോ. ഇവിടുന്ന് ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു 100 ചോദ്യങ്ങൾ വരും. അതുകൊണ്ടല്ലേ എടാ, നമ്മുടെ ബസ് സ്റ്റാൻഡിനപ്പുറത്തുള്ള ബിവറേജസ് ഇല്ലേ, അവിടുന്ന് വാങ്ങിച്ചാൽ മതിയെന്ന്. പൈസ ഞാൻ നിനക്ക് ഇട്ട് തന്നേക്കാം. എന്റെ ലൊക്കേഷൻ അയച്ചുതരാം. എന്റെ സാധനം കൊണ്ടുവന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. എടാ, അവിടെ വലിയ ക്യൂ ഒന്നും ഇല്ല. ഒരു കുപ്പി മദ്യം വാങ്ങിക്കുന്നതിന് നിനക്ക് എന്തോരം സമയം വേണം? നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. എടാ പ്ലീസ് എടാ, ഒരു സഹായം ചെയ്യടാ. അല്ലെങ്കിൽ നീ ഒന്നൊരു ആവശ്യത്തിന് ഉപയോഗിക്കില്ലല്ലോ. ഇനി ഓരോന്നും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തോട്ട് വാ. വെച്ചിട്ട് പോ നീ. നിനക്കെന്റെ സ്വഭാവം അറിയല്ലോ. അങ്ങനെയൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഞാൻ. പിന്നെ നിന്റെ കെട്ടിയനെ പോലെ അല്ല എന്റെ പ്രണവ്. ഞാൻ വരച്ച വരയിൽ നിൽക്കുവാള്. ഞാനൊരു കാര്യം പറഞ്ഞ അതിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കില്ല പുള്ളിക്കാരൻ. എടി, ഞാൻ പിന്നെ വിളിക്കാമേ. ആന്റി വന്നു. ഒരു ഫ്രണ്ടായിരുന്നു. സ്കൂള് മുതലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പ്രണവ് എവിടെ പോയി? ഏതോ ക്ലയന്റിനെ വിളിച്ച് ബിസിനസിന്റെ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രണവ് ഫോൺ എടുത്തോണ്ട് ഇറങ്ങി പോകുന്ന കണ്ടു. വിളിക്കുന്നതേ നല്ല ബെസ്റ്റ് ക്ലയന്റിനെ തന്നെയാ. അവനെ അവിടെ നിന്ന് ആരെയോ വിളിച്ച് ലിക്കർ വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കുക. മദ്യം വാങ്ങാനോ? അതെ, ഞാൻ കേട്ടതല്ലേ. പലരും പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോ അവരോടൊക്കെ അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. മിക്കവാറും അവൻ ഇവിടുന്ന് ഇറങ്ങി വല്ല ബാറിലേക്കും പോവും. നോക്കിക്കോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ ആന്റി? നല്ല മഴ കൊടുത്ത് മുറിയിൽ കൊണ്ടിരുത്തിയാലോ? വെറുതെ മണ്ടത്തരം പറയല്ലേ ശിവാനി. മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിപ്പോയാ പിന്നെ ഒരാളെ പിന്തിരിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. മദ്യം കഴിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് നീ കരുതുന്നത് പോലെ അത് പിന്തിരിപ്പിക്കുന്നവരോടായിരിക്കില്ല, അത് നൽകുന്നവരോടായിരിക്കും. ഇപ്പൊ നീ ചെന്ന് പ്രണവിനെ വഴക്ക് പറഞ്ഞ അവന്റെ മനസ്സിൽ ശത്രുവിന്റെ 1ാം സ്ഥാനത്തേക്ക് എഴുതി ചേർക്കുന്ന പേര് ശിവാനി എന്നായിരിക്കും. ആന്റി എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നൊരു ഭാര്യയാണ് നീയെന്ന് അവൻ ഉറപ്പായാൽ മാത്രമേ
ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവൻ നിന്റെ ഒപ്പം നിൽക്കൂ. അല്ലെങ്കിൽ ആദ്യത്തെ ആവേശം അവസാനിക്കുമ്പോ അവൻ നിന്നെയും കളഞ്ഞ് കൂടുതൽ സേഫായ ഈശ്വരമംഗലത്തേക്ക് മടങ്ങിപ്പോവും. ഒരു സംശയമില്ല. ഞാനിപ്പോ എന്താ ആന്റി ചെയ്യണ്ട? ആന്റി പറ, ഞാൻ അതുപോലെ ചെയ്യാം. നീയേ എന്റെ കൂടെ വാ. എന്ത് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞുതരാം. വാ. എടാ ഒരു ബൈക്കും എടുത്തോണ്ട് ആ ബാറ് വരെ ഒന്ന് പോയിട്ട് വരുന്നത് നിനക്ക് എത്ര സമയം വേണോടാ? ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഓരോ ആവശ്യം പറഞ്ഞോണ്ട് ഏത് പാതിരാത്രിയിൽ വിളിച്ചാലുവേ നിനക്കൊക്കെ വേണ്ടിട്ട് ഇറങ്ങി വന്നവനാ ഞാൻ കേട്ടോ. അത് മറക്കണ്ട നീ. ശരി ശരി ശരി, വേണ്ട വേണ്ട, ഇനിയിപ്പോ ഞാൻ തന്നെ പൊക്കോളാം. ശരി ശരി. ആരോടാ പ്രണവ് ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ച്? അത് ഒരു ഫ്രണ്ടാ. മനുഷ്യനോടെ ടെൻഷൻ അടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഓരോ തമാശ പറഞ്ഞോട് വരുന്നത്. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പ്രണവിനിപ്പോ വലിയ ടെൻഷനുണ്ടോ? പിന്നെ ഇല്ലാതിരിക്കോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഭയങ്കര ടെൻഷനാ. എങ്കിൽ ആ ടെൻഷൻ മാറ്റാൻ ഞാനൊരു വഴി കാണിച്ചു തരട്ടെ. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. എന്റെ കൂടെ വന്നാ ഞാൻ ആ വഴി കാണിച്ചു തരാം. നീ കാര്യം എന്തെന്ന് വെച്ചാ പറ. പറച്ചിലില്ല, ചെയ്ത വാ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാൻ അങ്ങോട്ടും വരുന്നില്ല. എനിക്ക് ഒരിടം വരെ ഒന്ന് പോണം. ഇങ്ങോട്ട് വാ പ്രണവേ. ഞാൻ കാണിച്ചു തരുന്ന ഈ വഴി കണ്ടിട്ട് പ്രണവ് എങ്ങോട്ടാന്ന് വെച്ചപ്പോയ്ക്കോ. വാ വാ ഇങ്ങോട്ട്. എന്നെ എങ്ങോട്ടാ നീ കൊണ്ടുപോന്നേ? ഒന്ന് വന്നേ. ഇത് നോക്ക്. ഇത് പ്രണവ് അതൊന്ന് തുറന്നു നോക്കിയേ. ഞാൻ തുറന്നു നോക്കണോ? ആ, തുറന്നു നോക്കുന്നേ. ഇതെന്തോ ഇത്? ആ, എന്താന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, ഇതെന്തിനെ എന്നെ വിളിച്ചോണ്ടെന്ന് കാണിച്ചെന്ന്? പ്രണവിന് ഇഷ്ടമുള്ള മദ്യം ഇതിന്ന് എടുത്ത് കഴിക്കാം. ഒന്ന് പോയേ. ഇതൊക്കെ CKC അങ്ങളുടെയാ. നമ്മൾ ഇതൊക്കെ വന്ന് എടുക്കുന്ന മോശമാണ്. അനുവാദം ഇല്ലാതെ അന്യ വീട്ടിൽ കയറി മദ്യമൊന്നല്ല, എന്തെടുത്ത് കഴിച്ചാലും അത് മോശമാണ്. ഇതിപ്പോ നമ്മുടെ വീടാ. പോരാത്തതിന് ഈ ഷെൽഫ് എനിക്ക് കാണിച്ചു തന്നതേ ജ്യോതിർമയി ആന്റിയാ. പ്രണവിന് ഈ വീട്ടില് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാനുള്ള അനുവാദവും ജ്യോതി ആന്റി തന്നിട്ടുണ്ട്.